ഇന്ന് നമ്മൾ ഹരണത്തിൻ്റെ മറ്റൊരു രീതി വേറൊരു സംഖ്യകൾ വരുമ്പോൾ ആദ്യം ചെയ്ത പോലത്തെ സിമ്പിൾ അല്ലാത്ത ഒരു പ്രത്യേകതയുള്ള ഹരണമാണ് ഇന്ന് നമ്മൾ നോക്കുന്നത്. 525 ഇപ്പോൾ 5 കൊണ്ട് ഹരിക്കണം എന്ന് വിചാരിച്ചോളൂ. അപ്പോൾ നമ്മളുടെ ആദ്യത്തെ സംഖ്യ ഏതാണ്? 5 ആണ്. 5-ൽ 5 എത്ര പ്രാവശ്യം പോകുമെന്ന് നോക്കണം അല്ലേ? ആദ്യത്തെ സംഖ്യേനെ എടുക്കുക 5, 5-ൽ 5 എത്ര പ്രാവശ്യം പോകും. അപ്പോൾ നമ്മൾ 5ൻ്റെ ഗുണനപ്പട്ടിക, ഹരിക്കേണ്ട സംഖ്യയുടെ ഗുണനപ്പട്ടിക സൈഡിൽ എഴുതി നോക്കുക. അപ്പോൾ അതാ 1 5, അപ്പോൾ 5 എന്ന് കിട്ടി. അത് 5-നെ എത്ര കൊണ്ട് ഗുണിക്കുമ്പോഴാണ് കിട്ടിയത്? 1 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. അപ്പോൾ 5-ൽ 5 ഒരു പ്രാവശ്യം പോകും നമുക്ക് മനസ്സിലായി. ആ 1 എന്നുള്ളത് നമ്മളിവിടെ എഴുതാം. എന്നിട്ട് ഇവർ തമ്മിൽ ഗുണിച്ചതാണ് താഴേക്ക് എഴുതേണ്ടത്. അപ്പോൾ 1 ഗുണിക്കണം 5, 5. ആ 5 ഇവിടെ എഴുതി കുറയ്ക്കണം. 5-ന്ന് 5 കുറച്ചാൽ 0. പിന്നെ അടുത്ത സംഖ്യ നമ്മൾ ഇറക്കി എഴുതുന്നു. ഇവിടെ ഇറക്കി എഴുതുന്ന സംഖ്യ 2ആണ്. അത് 5-ൽ പോവോ? ഇല്ല. ഹരിക്കേണ്ട സംഖ്യേനെക്കാട്ടിലും ചെറിയ സംഖ്യയാണ് ഇറക്കി എഴുതിയ സംഖ്യ. അങ്ങനെയുള്ള അവസരങ്ങൾ വരുമ്പോൾ ഇറക്കി എഴുതുന്ന സംഖ്യ ഹരിക്കേണ്ട സംഖ്യേനേക്കാൾ ചെറിയ സംഖ്യയാണ്, ഹരിക്കേണ്ട സംഖ്യയിൽ പോവാത്ത സംഖ്യയാണെങ്കിൽ ഹരണഫലത്തിൽ നമ്മളൊരു 0 എഴുതണം. 0 എഴുതിയതിന് ശേഷം മാത്രം അടുത്ത സംഖ്യയും കൂടി ഇറക്കിയിട്ട് 25-നെ കൺസിഡർ ചെയ്യണം. അപ്പോൾ ആദ്യം 2-നെ ഇറക്കിയിട്ടു. ഇറക്കി എഴുതുന്ന സംഖ്യ ഹരിക്കേണ്ട സംഖ്യേനേക്കാൾ ചെറിയ സംഖ്യയാണെങ്കിൽ ഹരണഫലത്തിൽ നമ്മൾ 0 എഴുതുക. എന്നിട്ട് അടുത്ത സംഖ്യയും കൂടി ഇറക്കി എഴുതുക. എന്നിട്ട് 25-ൽ 5 എത്ര പ്രാവശ്യം പോകുമെന്ന് നോക്കുക. അപ്പോൾ നമ്മൾ വീണ്ടും ഗുണനപ്പട്ടിക നോക്കുക. 25 5-ൻ്റെ ഏതാണ്? 5-നെ ഏതുകൊണ്ട് ഗുണിക്കുമ്പോഴാണ് 25 കിട്ടുന്നത്? 5-നെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ്. 5 5 25. അപ്പോൾ ആ 5 എന്നുള്ളത് ഇവിടെ എഴുതുക. 5-നെ 5 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് നമുക്ക് 25 കിട്ടുന്നത്. അപ്പോൾ 5 എന്ന് എഴുതുക. ആ 5-ഉം ഈ ഹരിക്കേണ്ട സംഖ്യയും തമ്മിൽ ഗുണിച്ചത് എഴുതുക. 5 ഗുണിക്കണം 5 ഇവിടെ താഴേക്ക് എഴുതുക. എഴുതിയതിന് ശേഷം വീണ്ടും കുറയ്ക്കുക. അപ്പോൾ 5 ഗുണിക്കണം 5 25. അപ്പോൾ 25-ന്ന് 25 കുറയ്ക്കുക. 25-ന്ന് 25 കുറയ്ക്കുമ്പോൾ 0. അപ്പോൾ നമ്മുടെ ഹരണഫലം 105 എന്ന് കിട്ടി. അപ്പോൾ ഇറക്കിയിടുന്ന സംഖ്യ ഹരിക്കേണ്ട സംഖ്യേനേക്കാൾ ചെറിയ സംഖ്യ ആണെങ്കിൽ ഹരണഫലത്തിൽ 0 ഇട്ടതിന് ശേഷം മാത്രം അടുത്ത സംഖ്യയും കൂടി ഇറക്കിയിട്ട് അതിനെ 25 അല്ലെങ്കിൽ ആ 2 സംഖ്യയും കൂടി ചേർത്ത് ഉള്ള സംഖ്യയാക്കി മാറ്റി അത് ഹരിക്കേണ്ട സംഖ്യയിൽ എത്ര പ്രാവശ്യം പോകുമെന്ന് നോക്കാം. ഇതാണ് മറ്റൊരു പ്രത്യേകത ഹരണത്തിൽ നമുക്ക് വരുന്നത്.